ലെസ്ബിയൻ കപ്പിൾ എന്ന നിലയിൽ ജനശ്രദ്ധ നേടിയ താരങ്ങളാണ് ആദിലയും നൂറയും. ബിഗ് ബോസ് സീസൺ 7ന്റെ മത്സരാർത്ഥികളായി ആദിലയും നൂറയും ഷോയിലെത്തുമ്പോൾ ഏറെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവർക്കുണ്ടായിരുന്നത്. സ്വവർഗാനുരാഗികളെ കണ്ണിലെ കരടായി കണ്ടുവരുന്ന മലയാളികൾക്ക് അവരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോയുടെ തുടക്കം മുതൽ ഇവർക്കെതിരെ ഏറെ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മലയാളിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതിലുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അടുപ്പം, കെയറിങ് അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഷോ ഏതാനും ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പവും ബന്ധവും പരസ്പരം നൽകുന്ന പിന്തുണയുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വരികയാണ്. ഇവരെ അനുകൂലിച്ച് നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ആൺതുണയിൽ നിന്ന് കിട്ടുന്നതിലുപരി സപ്പോർട്ടും കെയറിങ്ങും സ്നേഹവും പിന്തുണയും സന്തോഷവും എല്ലാം തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ബന്ധത്തിലെ മനോഹാരിത. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ഒരുപാട് വിമർശിച്ച ആളുകൾ പോലും ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ഒരു കുടുംബ ജീവിതത്തിൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ആ പാർട്ട്ണറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് സെക്സ് എന്നുള്ളത്. എന്നാൽ മലയാളികൾക്ക് എപ്പോഴും ഒരു കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നത്. ഒരു കുടുംബ ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും പുരുഷന്മാർ സെക്സിനെ കാണുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് സ്നേഹം, കെയറിങ്, പരസ്പരമുള്ള ധാരണ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് താഴെയാണ് പലപ്പോഴും സെക്സിന്റെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീ പ്രേക്ഷകർ ഇവർക്ക് പിന്തുണയായി ഇപ്പോൾ രംഗത്തുണ്ട്. മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിലും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് നല്ലതാണ് എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇവർ തമ്മിലുള്ള ആ ഒരു ഫിസിക്കൽ ബോണ്ടിങ് ഒന്നും നമുക്ക് ഒരിക്കലും ക്യാമറയിൽ ഒരു മോശമായ രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബിഗ് ബോസ് സീസൺ തുടങ്ങി ഇത്ര നാൾ പിന്നിടുമ്പോഴും ഇവർ തമ്മിലുള്ള ഫിസിക്കൽ കണക്ഷൻ ഒരു മോശമായിട്ടുള്ള രീതിയിൽ അവർ കണ്ടിട്ടില്ല. കൂടെയുള്ള സഹമത്സരാർത്ഥികൾക്കൊന്നും യാതൊരു ബാഡ് ഫീലിങ്ങും ഇവരെ കുറിച്ച് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വവർഗാനുരാഗത്തെ എതിർക്കുന്നവർ പോലും ഇപ്പോൾ ആദില നൂറ കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മോഹൻലാൽ ഉൾപ്പെടെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കുടുംബ പ്രേക്ഷകരെയും വളർന്നു വരുന്ന കുട്ടികളെയും അത് സ്വാധീനിക്കുമെന്നാണ് സഹമത്സരാർത്ഥികളായ മസ്താനിയും ലക്ഷ്മിയും പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?